നമസ്കാരം. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. എന്നാൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി വിട്ടൊഴിഞ്ഞു മാറുവാനും ജീവിതത്തിൽ സർവൈശ്വര്യവും ഉയർച്ചയും എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകുവാനും ഇന്ന് നാം പരാമർശിക്കാൻ പോകുന്ന ഈ പുഷ്പാഞ്ജലി നിങ്ങളുടെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ നവരാത്രി തീരുന്നതിന് മുൻപായി നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. അത്രയ്ക്കും ശക്തിയേറിയ നിങ്ങൾ ഈ നവരാത്രി, അതായത് വിജയദശമി നാളിന് മുൻപായി നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നാം പരാമർശിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ ശേഷം ഈ വഴിപാട് ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം അതിൻ്റെ ഫലം ലഭിച്ചതായി കാണുവാൻ സാധിക്കുന്നതാണ്. ഓരോരുത്തരും, അതായത് വീഡിയോ കാണുന്ന ഓരോരുത്തരും ഈ വഴിപാട് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവതിയുടെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാകുവാനായി ഞാൻ ഈ പറയുന്ന കാര്യം അതുപോലെ തന്നെ ചെയ്യുക. നവരാത്രി കാലത്ത് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് അതിവിശേഷം തന്നെയാണ്. നവരാത്രിയുടെ 9 ദിനങ്ങളിലും ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അത്രയ്ക്ക് പുണ്യം വേറെ ഒന്നുമില്ല. എല്ലാ വർഷവും നവരാത്രി 9 ദിനങ്ങളിലാണ് വരുന്നത് എങ്കിലും ഈ വർഷം 10 ദിനങ്ങൾ വരുന്നതായി കാണുവാൻ സാധിക്കും. അത് തിഥി കൊണ്ടാണ്. ആദിപരാശക്തിയുടെ ഏത് ഭാവത്തെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് പോയി തൊഴാവുന്നതാണ്. ഈ ദേവീക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന ഏത് ദിവസം വേണമെങ്കിലും, അതായത് ഏതെങ്കിലും ഒരു ദിവസം ചെയ്താൽ മതിയാകും. ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഈ പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ്. എന്നിരുന്നാൽ കൂടിയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ചെയ്യുന്നത് അതിവിശേഷം തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു. കൂടാതെ കുടുംബത്തോടെ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ കുടുംബത്തോടെ പോകുവാൻ സാധിക്കണമെന്നില്ല. ജോലി തിരക്കാണെങ്കിലും മറ്റു തിരക്കുകളാണെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്ക് പോയാലും മതിയാകുന്നതാണ്. വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അതിരാവിലെ കുളിച്ച് ശുദ്ധിയായി ചെന്ന് ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട പുഷ്പാഞ്ജലി ഏതാണെന്ന് നോക്കാം. അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ദേവീ മന്ത്രങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇനി നിങ്ങൾ ദേവീക്ഷേത്രങ്ങളിൽ, അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ ചെന്ന് ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലിയാകുന്നു. ക്ഷേത്രത്തിൽ ചെന്നയുടനെ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലിക്ക് രസീതാക്കുന്നതോടൊപ്പം രക്തഹാരം അഥവാ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല വാങ്ങി സമർപ്പിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു. ക്ഷേത്രത്തിലെ തിരുമേനി രക്തഹാരം ദേവിക്ക് ചാർത്തി പുഷ്പാഞ്ജലി നടത്തി പുഷ്പാഞ്ജലിയുടെ പ്രസാദം നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നതോടുകൂടി ദേവിയുടെ അനുഗ്രഹം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദേവിയുടെ പൂർണ്ണ കടാക്ഷം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് കൂടി അതിൻ്റെ ഉയർച്ചയും ഐശ്വര്യവും എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. ഈ നവരാത്രി നാളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്ന എല്ലാ വ്യക്തികളും, അത് കുടുംബനാഥന്മാരായാലും ഗൃഹനാഥയായാലും അമ്മമാരായാലും അച്ഛന്മാരായാലും മക്കളായാലും ആരായാലും ഇപ്പറഞ്ഞ വഴിപാടിനോടുകൂടി രക്തഹാരം കൂടി സമർപ്പിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലിയോടൊപ്പം ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള ഹാരം കൂടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ ദർശനം, അതായത് ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്നും പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ നിന്നും മറ്റെവിടേക്കും പോകാതെ സ്വന്തം വീടുകളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം. പുഷ്പാഞ്ജലിയുടെ പ്രസാദം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് കുടുംബാംഗങ്ങളെ എല്ലാവരെയും അണിയിക്കേണ്ടതാകുന്നു. കുളിച്ച് ശുദ്ധിയോടെ മാത്രമേ
പുഷ്പാഞ്ജലി വഴിപാട്, അതായത് പുഷ്പാഞ്ജലി വഴിപാടിൻ്റെ പ്രസാദം അണിയുവാൻ പാടുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പ്രസാദം നിങ്ങൾക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏതു വീട്ടിലാണോ ഈ വഴിപാട് നടത്തുന്നത് ആ വീട്ടിലുള്ള വ്യക്തികൾക്കെല്ലാം അന്നു മുതൽ തന്നെ അതിൻ്റെ ഫലം കണ്ടു തുടങ്ങും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കുടുംബത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങളും കലഹങ്ങളും ഒഴിഞ്ഞ്, ദുരിതങ്ങളും ഒഴിഞ്ഞ് നിങ്ങളുടെ വീട് ഉയർച്ചയിലേക്ക് എത്തുന്നതാണ്. കൂടാതെ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും വലിയ ധന സമൃദ്ധി തന്നെ ഉണ്ടാകുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികളായ മക്കൾക്ക് വേണ്ടി അമ്മമാർ നടത്തേണ്ട മറ്റൊരു പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത്. വീട്ടിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ട് എങ്കിൽ, കുട്ടികൾ എന്നല്ല ആര് തന്നെയായാലും പഠിക്കുന്നവർ ഉണ്ട് എങ്കിൽ വിദ്യാവിജയത്തിനായി നവരാത്രി കാലത്ത് ഏതെങ്കിലും ഒരു ദിവസം വിദ്യാസൂക്ത പുഷ്പാഞ്ജലി നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വീടിനടുത്തായി സരസ്വതി ക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിൽ അവിടെ ചെയ്യുന്നതായിരിക്കും ഏറെ ഉത്തമം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സരസ്വതി ക്ഷേത്രം ഉണ്ടാകണം എന്നില്ല. എന്നിരുന്നാൽ കൂടിയും ഏത് ദേവീ ക്ഷേത്രത്തിലും നിങ്ങൾ പറഞ്ഞു ചെയ്യുകയാണെങ്കിൽ ഈ വഴിപാട് നടത്തി തരുന്നതാണ്. ഇനി ചില ദേവീക്ഷേത്രങ്ങളിൽ വിദ്യാസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വിദ്യാരാജ്ഞി മന്ത്രാർച്ചനയാണ്. ഇങ്ങനെ വിദ്യാസൂക്ത പുഷ്പാഞ്ജലി അല്ലെങ്കിൽ വിദ്യാരാജ്ഞി മന്ത്രാർച്ചന ചെയ്ത് അതിൻ്റെ പ്രസാദം വീടുകളിൽ പൂജാമുറിയിൽ സൂക്ഷിച്ച് നിത്യവും പഠിക്കുന്ന കുട്ടികൾ അണിയുന്നത് അവർക്ക് ജീവിതത്തിൽ, അതായത് പഠനത്തിൽ വിജയമുണ്ടാക്കുവാനും നാൾക്കുനാൾ ഉയർച്ചയുണ്ടാകുവാനും കാരണമായി തീരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്നത് നിങ്ങളുടെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന മുറിയിൽ ഈ നവരാത്രി കാലത്ത് നിങ്ങൾ ഒരു ചെറിയ പാത്രത്തിൽ കല്ലുപ്പിട്ട് വയ്ക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പാത്രത്തിൽ ഇട്ടുവച്ച കല്ലുപ്പ് വിജയദശമി നാളിൽ, അതായത് പൂജവയ്പും പൂജയെടുപ്പും എല്ലാം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കുട്ടികളുടെ തലയ്ക്ക് 3 വട്ടം ഒഴിഞ്ഞ ശേഷം ഈ കല്ലുപ്പ് ജലത്തിൽ അലിയിച്ചു കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാപരമായി നേരിടുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മറ്റ് ദോഷഫലങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളായ മക്കൾ ഉണ്ട് എങ്കിൽ അവരുടെ പഠനമുറിയിലും അല്ലെങ്കിൽ പഠന സാമഗ്രികൾ വയ്ക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ കൂടി അമ്മമാരായ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്താൽ നവരാത്രി കഴിയുന്നതോടുകൂടി നിങ്ങളെ ബാധിച്ചിരിക്കുന്ന, അതായത് കുട്ടികളെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ ദോഷഫലങ്ങളും ഒഴിഞ്ഞു പോകുന്നത് തന്നെയാണ്. ഇന്ന് മനസ്സിലാക്കിയ വഴിപാടുകളും മറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാൻ ശ്രമിക്കുക. നവരാത്രി തീരുന്നതിന് മുൻപായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക.